ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയായ എറണാകുളം എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ASI മുജീബ് റഹ്മാനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ലഹരിക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഡോക്ടറോട് കൈക്കൂലി ആവശ്യപ്പെട്ടതിനും ലഹരിക്കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചതിനുമാണ് കേസ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ASI ആള് കൊള്ളാമല്ലോ. പോലീസ് സേനയും ഒന്നായി അങ്ങനെയാണ് പറയുന്നത്. ഇയാൾ ഇത്തരക്കാരനാണ് എന്ന് കാര്യമായ ധാരണ പോലീസുകാർക്ക് ഉണ്ടായിരുന്നില്ല. രണ്ട് ഗുരുതരമായ പരാതികളും കേസുകളുമാണ് മുജീബ് റഹ്മാനെതിരെ ഉള്ളത്. ഒന്ന്, പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ യുവതിയോട് അപമര്യാദയായി പെരുമാറി, അവരെ ലൈംഗിക ചുവയോടുകൂടി അവരോട് സംസാരിച്ചു. അതിന് തയ്യാറായില്ലെങ്കിൽ ലഹരി കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നാലെ ആ യുവതി പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പത്തനംതിട്ട സ്വദേശിയായ ഒരു ഡോക്ടർ അയാളെ വിളിച്ച് 1.5 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. MDMA കേസിലെ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെയും പ്രതിയാക്കുമെന്നാണ് ആ ഡോക്ടറോട് പറഞ്ഞത്. ആ ഭീഷണിക്ക് ഡോക്ടർ വഴങ്ങിയില്ല. ഡോക്ടറുടെ പരാതിയിലും എളമക്കര പോലീസ് കേസെടുത്തു. കേസെടുത്തതിന് പിന്നാലെ മുജീബ് റഹ്മാൻ ഒളിവിൽ പോയിരിക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. പിടികൂടാനുള്ള പരമാവധി ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് എത്തുമോ എന്നും അറിയില്ല. ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി ആരംഭിച്ചിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന് ശേഷം തുടർ നടപടിയിലേക്ക് പോകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം ഒരുക്കേണ്ട ഒരാളാണ്. അവരെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ പണം തട്ടാനും അതോടൊപ്പം തന്നെ ലൈംഗിക ചുവടുകൂടിയൊക്കെ സംസാരിക്കുകയും ചെയ്തെന്നുള്ളത് അങ്ങേയറ്റം സേനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. SK. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.